ചില നേരത്ത് എനിക്ക് തോന്നും നീ എൻ്റെ അമ്മച്ചി തന്നെയാണെന്ന്. ചിലപ്പോൾ തോന്നും നീ എൻ്റെ കാമുകിയാണെന്ന്. പറ പെണ്ണേ, ശരിക്കും നീ ആരാ? ഞാനൊരു മാലാഖ കുഞ്ഞ്. ചെകുത്താനെ കയറി പ്രേമിച്ചതിന് സ്വർഗത്തിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടിയ മാലാഖ. എന്നാ മതിയോ ചായ? നിർത്തല്ലടി. എന്നതായി ചായ? എന്നത്തിന് ഈ ബോറും പാട്ട് പിന്നെ കേൾക്കുന്നേ? ഞാൻ വേറൊന്ന് പ്ലേ ചെയ്യാം. ഇത് ഷെഹനായി പോലെ അടി പെങ്കൊച്ചേ. പിന്നെയും പിന്നെയും കേൾക്കുമ്പോ ഇഷ്ടം കൂടുക. നീ ഒന്നുകൂടെ പ്ലേ ചെയ്. ഇനിയില്ല കേട്ടോ, എനിക്ക് കുന്ത ഇഷ്ടമല്ലോ. ഓ ഛേ, ഇതാരപ്പ ഈ നേരത്ത്? ആരായാലും നന്നായി. അല്ലെങ്കിൽ ബോറും പാട്ട് ഞാൻ വീണ്ടും പ്ലേ ചെയ്യണ്ടേ? പോയി നോക്കിയേച്ചു വന്നേ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഏത് റാസ്കലാ, നീ തന്നെ പോയി നോക്ക്. ഇച്ചായ ഒന്ന് പോയി നോക്കന്റെ പെണ്ണെ. നശിപ്പിച്ചു. ജോണി, ഇത് അവന്റെ വീടല്ലേ? ഇവിടെ ഒരു ജോണിയില്ല. ഇത് ജോണിയുടെ വീടുമല്ല. ഒരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോ കുറച്ച് മര്യാദ കാണിക്കണ്ടേ? സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇത് ജോണിയുടെ വീടാണെന്ന് കരുതി, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ അത് അബദ്ധാവുകയും ചെയ്തു. പക്ഷെ ഇതെങ്ങനെ പറ്റിയെന്ന് വെച്ചാ, എനിക്ക് ഈ വീടിന്റെ അഡ്രസ്സാ അവൻ അയച്ചു തന്നിരിക്കുന്നേ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഇവിടെ അയാളല്ല, ഞങ്ങളാ താമസിക്കുന്നത്. ഞാനും എന്റെ ഇച്ഛായനും. ഞങ്ങൾക്ക് തന്നെ അറിയില്ല. തീർന്നല്ലോ, മെനക്കെടുത്താതെ പോവാൻ നോക്ക്. എന്നതാണ് ഇവിടെ? ആരേത്? ഏതോ ഒരു ജോണിനെ അന്വേഷിച്ച് വന്നതാ. നമുക്കറിയില്ലെന്ന് പറഞ്ഞു. ജോണോ? ജോണല്ല, ജോണി. ദേ, ഇത് അവൻ എനിക്ക് അയച്ച കത്ത. ഇതിലെഴുതിയിരിക്കുന്ന അഡ്രസ് ഒന്ന് നോക്കി. അത് ഈ വീടിന്റെ തന്നെ അല്ലേ? ജോണി? എന്നതാ നിങ്ങളുടെ പേര്? ഫ്രെഡി. നിങ്ങൾക്ക് ഈ കത്തെഴുതിയ ജോണി കുറച്ച് വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ വീട് വിറ്റു. ഫ്രെഡി, ഈ കത്തിലെ ഡേറ്റ് നോക്കിയില്ലേ? 1 വർഷം മുമ്പത്തെ കത്താണിത്. ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അതെ, കത്ത് 1 വർഷം മുമ്പുള്ളതാ. ഇടയ്ക്ക് ഞാൻ അവനൊന്ന് വിളിച്ചായിരുന്നു.
ആ സമയത്ത് അവൻ എന്നോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞതാ. പക്ഷേ അവൻ ഈ സ്ഥലം വിറ്റ കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാ അവനൊന്ന് കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ജോണി എനിക്ക് കണ്ടേ പറ്റൂ, അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഇതിപ്പോ ഞങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാ? അയാളെ പരിചയമുള്ള ആരോടെങ്കിലും നിങ്ങൾ തിരക്കി നോക്ക്. അയ്യോ, അങ്ങനെ ആരും എനിക്കിവിടെ അറിയത്തില്ല കേട്ടോ. ഫ്രെഡി അകത്തേക്ക് വരൂ. ആ, മരിയ, നല്ല ചൂടായിട്ട് ഒരു ചായ എടുത്തോണ്ട് വാ. ഇയാളാകെ തണുത്ത് വിറച്ചിരിക്കുക. ആ ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം. നാളെ നമുക്ക് ലൂയിസ് അച്ഛനെ കാണാം. ബുള്ളറ്റ് ലൂയിസ് കാഞ്ഞ പുള്ളിയാ. ജോണിയെ പറ്റി അങ്ങേര് പറഞ്ഞു തരും. ഇച്ചായ എന്നാടി ഇങ്ങ് വന്നേ. ഇപ്പൊ വരാം. എന്നാ പാല് തീർന്നു? കട്ടനിട്ടാ മതി. ഇച്ചായൻ ഇതിനകത്തിന്റെ കേടാ. ഏ അതെ, നല്ല ചൂടായിട്ടൊരു കാപ്പി ഇട്ട് തരും. അതും കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടേരെ. എടി മരമാക്രി, ഇച്ചിരി മനുഷ്യപ്പറ്റ് കാണിക്കടി. ആനയും പുലി ഇറങ്ങുന്ന വഴിയല്ലേ. ഇപ്പൊ ഇയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട ഏതെങ്കിലും ഒറ്റയാന്റെ കൊമ്പെ പോയി കയറും. അതൊരു മനസ്താവല്ലോടി. എന്നാന്ന് വെച്ചാ ചെയ്തോ, എനിക്കെന്നാ. ഞാനിന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ? രാവിലെ ഒന്ന് ലൂയിസ് അച്ഛനെ കണ്ടോളാം. പള്ളി എവിടെന്ന് വെച്ചാൽ പറഞ്ഞു തന്നാ മതി. അതൊന്നും ഒരു കാര്യമാക്കണ്ടോ. അവളിടയ്ക്ക് അങ്ങനെയാ. ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് കട്ടുറുമ്പുകൾ അങ്ങനെ വരുന്ന അവൾക്ക് ഇഷ്ടമല്ല. ഇന്നത്തെ കട്ടുറുമ്പ് താനാ. എന്നാലും അല്ല, വലിയൊരു കവർ ബൈക്ക് വെച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാ അതില്? അത് ടോയ്സാ. ആ, ജോണിക്ക് 2 പിള്ളേരാ. ഓ, അവർക്കുള്ള ഗിഫ്റ്റാ. ഇവിടെ പിള്ളേരൊന്നും ഇല്ലേ? ഉണ്ടല്ലോ. നേരത്തെ ചായ ഉണ്ടാക്കാൻ അകത്തേക്ക് പോയതൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കുട്ടിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ 2 കുട്ടികളെ ഇവിടെ ഉള്ളൂ. ആ ടോയ്സിന് കുറച്ച് ഞങ്ങൾക്ക് തന്നിട്ടേ പോവുള്ളൂ കേട്ടോ. അല്ല, വെറുതെ ഇരിക്കുമ്പോ കളിക്കാമല്ലോ. സോ സാൽ പെഹലെ മുझे तुमसे प्यार था. ഓ, എന്നാ മുറ്റുപാട്ടല്ലേ. ആജ് भी है और कल भी ഇപ്പൊ വരാം. സോ സാൽ പെഹലെ मुझे तुमसे प्यार था. मुझे എന്നെ വേണേലും കാണിക്കട്ടെ. ഞാനായിട്ട് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല. അല്ലെങ്കിലും വഴിയെ പോകുന്ന വയ്യാവേലിയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഇച്ചതിന് വലിയ മനസ്താപ. എത്ര അനുഭവം വന്നാലും പഠിക്കില്ലെന്ന് വെച്ചാ എന്നാ ചെയ്യാനാ? ആ വരുന്നു. എന്തരവനെ, നീ പറഞ്ഞ പണിയൊക്കെ ചെയ്താ? പിന്നെ ഉള്ളതാണോടാ? എന്നാ വർത്താനം അച്ഛാനീ പറയുന്നത്? അച്ഛനൊന്ന് പോയി നോക്ക്. മുറി നല്ല കാലക്കനായിട്ട് ഇട്ടിരിക്കല്ലേ. വിശ്വാസം ഇല്ലെങ്കിലേ മരിയ കൊച്ചിനോട് പോയി ചോദിച്ചു നോക്ക്. കൊച്ചുണ്ടായിരുന്നല്ലോ അവിടെ. അമാന്തിക്കാതെ ചോരത്തച്ചായോ. സമയം പോന്നു. ലിസാമയും പിള്ളേരോടെ കാത്തിരിക്കുക. ശരി. വഴി മതിയടാ. ഇത് പതിവല്ലോ അച്ചായോ. പിന്നെ എന്തുവാ? നീ നല്ലവണ്ണം കയറ്റി വെച്ച് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. നാളെ ക്രിസ്മസ് അല്ലയോ. ഒന്നുകൂടെ ആകാച്ചായോ. പതുക്കെ കുടിച്ചാ മതി. അതെ, പിള്ളേർക്കുള്ള ഉടുപ്പും കേക്കൊക്കെ മരിയ കൊച്ചെടുത്ത് തന്നോ? പിന്നെ പതിവൊന്നും മരിയ കൊച്ചി തെറ്റിക്കാറില്ലല്ലോ അച്ചായോ. അച്ചായം ഭാഗ്യമുള്ള ഇത്രയും സ്നേഹമുള്ളൊരു കൊച്ചിനെ കിട്ടിയില്ലേ. ഒന്നുകൂടെ ഒഴിച്ചേ. ഏയ്, ഒത്തിരി ഇട്ടിടാ. നീ പോയിച്ചുമാ. ഓ, നാളെ നേരത്തെ വരണം. ഇയാളെ കൊണ്ട് രാവിലെ പള്ളി പോകാനുള്ള. അത് ഞാൻ ഏറ്റു. ഓ, ആ, ക്ലാസ്. ശരി അച്ചായ. ഓക്കേ. അച്ചായം ഭാഗ്യമുള്ള. ഇവിടെ അടുത്തൊരു ആദിവാസി ഊരുണ്ട്. അവിടെ അവൻ്റെ താമസം. ഏതോ വേട്ടയ്ക്ക് വന്ന സായിപ്പിന് ആദിവാസിയിലുണ്ടായ വിത്ത. സ്നേഹമുള്ളവനാ.
നമുക്ക് വേണ്ടി എന്തും ചെയ്യും. കൊല്ലാൻ പറഞ്ഞ കൊല്ലും, ചാവാൻ പറഞ്ഞ ചാവും. അതാ ചാമി.